താനാകുന്ന പ്രകാശം, അതിൻ്റെ ഒരു സൂചനയാണ് വാസ്തവത്തിൽ സന്ധ്യാദീപം എന്ന് പറയുന്നത്. ഓരോ ദീപം കാണുമ്പോഴും നമ്മളിലെ ദീപം പ്രകാശത്തെയാണ് ചിന്തിക്കേണ്ടത്. ദീപാവലി എന്നൊക്കെ പറയും. ദീപങ്ങളുടെ ആവലി, ദീപങ്ങളുടെ കൂട്ടം. അമ്മ പലപ്പോഴും പറയാറുണ്ട്, മക്കളെല്ലാം കാണുമ്പോൾ ഒരു വലിയ ദീപാവലിയാണ് ഞാൻ ഓർക്കുന്നത്. ദീപാവലിയാണ്. ഓരോരോരോരോ ദീപങ്ങൾ, നിങ്ങളെല്ലാം ഓരോരോരോ ദീപങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അമ്മയുടെ ഒരു പാട്ടുണ്ട്, കോടാനുകോടി വർഷങ്ങളായി സത്യമേ തേടുന്നു നിന്നെ മനുഷ്യർ. ആ പാട്ടിൽ ആടിക്കളിക്കാതെ അനങ്ങാതെ നിൽക്കുന്നു, ഘോരമായി വീശും കൊടുങ്കാറ്റിലും നിൻ്റെ സൂര്യ തേജസ്സുള്ള കൊച്ചുനാളം. ഈ കൊച്ചുനാളം, സൂര്യ തേജസ്സുള്ള കൊച്ചുനാളം ആടിക്കളിക്കാതെ അനങ്ങാതെ നിൽക്കുന്നു, ആർക്കും അടുക്കുവാൻ കൽപ്പെടാതെ. ആടിക്കളിക്കാതെ അനങ്ങാതെ നിൽക്കുന്നു, ആർക്കും അടുക്കുവാൻ കൽപ്പെടാതെ. ദീപം എന്തായാലും ചെറുതായിട്ട് ആടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളിലെ പ്രകാശം, മഹാത്മാക്കളുടെ ഭാഷയിൽ ആത്മപ്രകാശം, അതിന് ആട്ടമില്ല, അതിന് ചാഞ്ചല്യമില്ല, അതിന് ചലനമില്ല. അതുകൊണ്ടാണ് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവാ സർവകാര്യേഷു സർവദാ. എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും എൻ്റെ വിഘ്നങ്ങളെല്ലാം അകറ്റണേ. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? വിഘ്നേശ്വരനോടാണ്. വിഘ്നേശ്വരൻ വിഘ്നങ്ങളുണ്ടാക്കുന്നു. വിഘ്നേശ്വരൻ വിനായകനാണ്. നമ്മൾ വിനായക ചതുർത്ഥിയെല്ലാം ആഘോഷിക്കുന്നുണ്ട്. വിഘ്നേശ്വരനാണ്. വിഘ്നങ്ങളുടെ ഈശ്വരനാണോ അതുമാകാം. വിനായകനാണ്, ലോകം കണ്ട ഏറ്റവും വലിയ നായകനാണ്. വിഘ്നനാശകനുമാണ്. വിഘ്നമുണ്ടാക്കുന്നവനും വിഘ്നനാശകനുമാണ്. പരമശിവൻ പോലും ഒരു യുദ്ധത്തിന് പോയിട്ട് വിഘ്നേശ്വരനെ സ്മരിക്കാതിരുന്നത് കൊണ്ട് ആദ്യം ജയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല കഥകളുമുണ്ട്. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ഘോഷിക്കുന്ന വിഘ്നേശ്വരൻ ആത്മപ്രകാശമാണ്. എല്ലാം കറങ്ങിത്തിരിഞ്ഞ്, അതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വരുന്നത്, ഇപ്പോൾ വേദമായാലും ഇതിഹാസങ്ങളായാലും അമ്മ പറയുന്നതായാലും മഹാത്മാക്കൾ പറയുന്നതായാലും എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് വാസ്തവത്തിൽ ഈ സനാതനധർമ്മത്തിലാണ്, ഈ സനാതന മൂല്യത്തിലാണ്, അറിവിലാണ്, ദീപത്തിലാണ്, പ്രകാശത്തിലാണ്. ഈ പ്രകാശം നമ്മുടെ ഉള്ളിലെ പ്രകാശമാണ്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലെ പ്രകാശമാണെന്ന് 1000 പേര് പറഞ്ഞാലും 1000 ശാസ്ത്രങ്ങൾ പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. പലരും ചോദിക്കും, ഈശ്വരനുണ്ടോ? പോയി അന്വേഷിക്കണം. 2-3 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ പോയി പഠിക്കണം, ബൗദ്ധികമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. ആ മാർഗത്തെ വിപരീത ഭാവന എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ആൾക്കാർ സഞ്ചരിക്കാത്ത രീതിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. സാധാരണ ആൾക്കാരെന്താ ചെയ്യുന്നത്? ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അതിനെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ ജീവിതം കുട്ടിച്ചോറാവുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിന് വിപരീതമായിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അടക്കി പലതും ത്യജിച്ച് അവസാനം ത്യാഗം കൊണ്ട് തന്നെ അറിയുന്ന പോക്കാണ് വിപരീത ഭാവന, പ്രതിപക്ഷ ഭാവന. ആ പ്രതിപക്ഷ ഭാവനയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന പരമമായ പദവിയാണ് വാസ്തവത്തിൽ ഈ സന്ധ്യാദീപം.